ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വെൽഫെയർ പാർട്ടിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നാം നമ്മുടെ വോട്ട് വിനിയോഗിക്കേണ്ടത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നമ്മൾ അഭിമുഖീകരിച്ചു, നമ്മൾ വോട്ട് ചെയ്തു. അധികാരത്തിലെത്തിയപ്പോൾ പലരും നമ്മെ വഞ്ചിച്ചു. വഞ്ചന ബോധ്യപ്പെട്ടപ്പോൾ മറ്റൊരു കൂട്ടരെ നമ്മൾ അധികാരത്തിലേക്ക് എത്തിച്ചു. പക്ഷേ അവരും നമ്മെ വഞ്ചിച്ചു. എന്നിരുന്നാലും മാറി മാറി നമ്മൾ പരീക്ഷിക്കുകയായിരുന്നു. ഇത്തിരിയെങ്കിലും നന്മ അവരിലൊക്കെ അവശേഷിക്കുന്നു എന്ന പ്രതീക്ഷയാണ് മാറി മാറി വോട്ട് ചെയ്ത് പരീക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. അതേപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നവരുടെ പോരായ്മകൾ, ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുമായിരുന്നു. കുറച്ചു കാലമായി നമ്മൾ കാണുന്നത് ഭരണകക്ഷിയെ തിരുത്തുന്ന പ്രതിപക്ഷങ്ങൾ ഇല്ല എന്നതാണ്. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭരണപക്ഷത്തെ തിരുത്താൻ പോലും പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ലെന്നും എല്ലാവരും ഒന്നായിത്തീരുന്നു, ഒരുപോലെ പെരുമാറുന്നു എന്നത് നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. കോൺഗ്രസും BJPയും CPMഉം മുസ്ലിം ലീഗും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ വികസന നയം ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കെതിരായ, പൗരന്മാരുടെ താൽപ്പര്യങ്ങൾക്കെതിരായ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നതാണ് സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വോട്ടർമാർ നന്നായിട്ട് ആലോചിക്കണം, ചിന്തിക്കണം. വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഇവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഇന്ത്യ രാജ്യത്തെ 51 കോർപ്പറേറ്റുകളിൽ നിന്ന് പാർട്ടി ഫണ്ട് വാങ്ങിയിട്ടാണ് BJPയും കോൺഗ്രസും CPMഉം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ തന്നെ അവരുടെ ഫണ്ടിനെക്കുറിച്ച് കൊടുത്ത വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കോർപ്പറേറ്റുകളുടെ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനിയൊരിക്കലും ജനങ്ങളെ സേവിക്കാനോ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് അവരുടെയൊക്കെയും വികസന കാഴ്ചപ്പാടൊന്നാണ്. അവർ കോൺക്രീറ്റ് കെട്ടിടങ്ങളെക്കുറിച്ചും വീതിയുള്ള റോഡുകളെക്കുറിച്ചും വേഗതയുള്ള കാറുകളെക്കുറിച്ചും വിമാനത്താവളങ്ങളെക്കുറിച്ചും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു, അതിൻ്റെ സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയിറങ്ങിയപ്പോൾ വീട്ടിലുള്ളവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം വേണം എന്നതാണ്. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യമായ വിദ്യാലയങ്ങൾ വേണം, ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ +2 കഴിഞ്ഞാൽ ഈ മലപ്പുറം മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അതേപോലെ തന്നെ താമസിക്കാൻ വീടില്ല, വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഭൂമിയില്ല. ഞങ്ങളുടെ പിതാക്കന്മാർക്കും പൂർവ്വപിതാക്കന്മാർക്കും ഭൂമിയില്ലാത്തത് കൊണ്ട്, അവർക്ക് ഭൂമിയുടെ മേൽ അധികാരം നേരത്തെ നിഷേധിച്ചതുകൊണ്ട് ഞങ്ങൾക്കും ഭൂമിയില്ല. ഇങ്ങനെ ഭൂമിയില്ലാത്തതിനെക്കുറിച്ച്, കുടിവെള്ളത്തെക്കുറിച്ച്, അസുഖങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെയാണ് സാധാരണക്കാരായ ജനങ്ങൾ സംസാരിക്കുന്നത്. പോഷകാഹാര കമ്മി മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരിൽ നിന്നാണ് വെൽഫെയർ പാർട്ടി അതിൻ്റെ വികസന നയം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ ജീവിക്കാനാവശ്യമായ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റുകളുടെ വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവർ ഇന്ന് ജനങ്ങളുടെ ശത്രുക്കളായി തീർന്നിരിക്കുന്നു. ആധാറിലൂടെ നമ്മുടെ സ്വകാര്യങ്ങൾ ചോർത്തിയെടുത്ത് അമേരിക്കയിലെ കമ്പനിക്ക് അവർ ഒറ്റുകൊടുത്തിരിക്കുന്നു. അമേരിക്കൻ കമ്പനികളിൽ നിന്ന് പണം വാങ്ങി അഴിമതി നടത്തി മരുന്ന് കമ്പനികളെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ മരുന്ന് പരീക്ഷണത്തിന് വേണ്ടി എറിഞ്ഞുകൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കച്ചവടക്കാരൻ, ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്നവൻ, അവനെ ആട്ടിപ്പുറത്താക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ടിൽ നിന്ന് 125 കോടി രൂപ ഇവർ വാങ്ങിവെച്ചിരിക്കുന്നു.
ഏറ്റവും ഒടുവിൽ പൗരന്മാരെ ശത്രുക്കളായി കണ്ട് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പൊരുതിയവരെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റൗലറ്റ് ആക്ടിന്റെ ഉള്ളടക്കം കോപ്പിയടിച്ച് NDAയും UPAയും ചേർന്ന് BJPയും കോൺഗ്രസും ചേർന്ന് ടാഡയും പോട്ടയും ഏറ്റവും ഒടുവിൽ UAPA നിയമമുണ്ടാക്കിയിരിക്കുന്നു, കരിനിയമം. അതിന്റെ പേരിൽ നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ജനങ്ങൾക്കെതിരാണ് ഇവർ, ജനങ്ങൾക്കെതിരാണ്. ഈ നിലപാടിനോട് BJPക്ക് അതേ സാമ്പത്തിക നയവും അതേ നിലപാടുകളുമാണ് BJP സ്വീകരിക്കുന്നത്. CPM വെസ്റ്റ് ബംഗാളിൽ ഭരണത്തിലൂടെ അവർ തെളിയിച്ചത് സിംഗൂരിലൂടെ, അതേപോലെ തന്നെ നന്ദിഗ്രാമിലൂടെ കർഷകരെ വെടിയുപയോഗിച്ച്, തോക്കുപയോഗിച്ച്, ലാത്തി ഉപയോഗിച്ച് ടാറ്റയെയും അതേപോലെ തന്നെ സെലിം ഗ്രൂപ്പിനെയും കൂടിയിരുത്തി CPM അവിടെ ചെയ്തതും ഇതേ സാമ്പത്തിക നയം സ്വീകരിക്കുകയായിരുന്നു. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം. നമ്മുടെ കേരളത്തിൽ കോർപ്പറേറ്റ് വിരുദ്ധ ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് CPM വിട്ടുനിന്നതും ഇതേ കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, BJPയുടെ സാമ്പത്തിക നയം തന്നെയാണ് CPMഉം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വർഗീയതയാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശുദ്ധ വർഗീയതയാണ് BJP ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അവസരവാദ വർഗീയതയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും നെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പത്രങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന കോബ്ര പോസ്റ്റ് ഒളി ക്യാമറയിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദം തകർത്ത, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒറ്റക്കെട്ടായി ജീവിച്ച ആ മതസൗഹാർദ്ദത്തിന്റെ സുന്ദരമായ ഇന്ത്യയെ തകർത്ത ഏറ്റവും വലിയ സംഭവം ബാബരി മസ്ജിദിന്റെ തകർത്ത, മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു, കോൺഗ്രസ് നേതാവ് നരസിംഹറാവു ഗൂഢാലോചന നടത്തിയ വിവരമാണത്. അദ്വാനി, BJP നേതാവ് അദ്വാനിയും ജോഷിയും ഗൂഢാലോചന നടത്തിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നരസിംഹറാവു ഗൂഢാലോചന നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിന്ന് മൗനം പാലിച്ച് അങ്ങനെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ സാമുദായ പാർട്ടി. അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു കരിനിയമങ്ങളിലൂടെ ഏറ്റവും അധികം ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിരപരാധികളായത് മുസ്ലിം ചെറുപ്പക്കാരാണ്. ഇന്നെല്ലാ ജയിലുകളിലും നിറഞ്ഞിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ്. പിന്നെ ദലിതുകളും ആദിവാസികളുമുണ്ട്. അതോടൊപ്പം തന്നെ സമരരംഗത്തുള്ള സമര നേതാക്കന്മാരുണ്ട്. ഈ മുസ്ലിം ചെറുപ്പക്കാർ, നിരപരാധികൾ ഇന്ന് ജയിലിൽ കടന്ന് UAPA നിയമമനുസരിച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെതിരെ ഒരക്ഷരമുടിയാരാൻ ഈ പാർലമെന്റിലെ മുസ്ലിം ലീഗിന്റെ MPമാർക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെ മണ്ഡലത്തിലെ MP കേന്ദ്രമന്ത്രിയായ അഹമ്മദ് ഒരക്ഷരം ഈ കരിനിയമത്തിനെതിരെ സംസാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം അതിനനുകൂലമായിരുന്നു. CPMന്റെ MPമാർ അനുകൂലമായിരുന്നു. കോൺഗ്രസ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചു. BJP അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു, ആഘോഷിച്ചു. അതേപോലെ തന്നെ വ്യാജ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ആരായിരുന്നു നേതൃത്വം കൊടുത്തത് എന്ന് അസിമാനന്ദ സ്വാമി വെളിപ്പെടുത്തി. സംഘപരിവാർ ശക്തികളായിരുന്നു. അതിനെല്ലാവിധ ഒത്താശയും BJP ചെയ്തു കൊടുത്തു. എന്നിട്ട് പോലും അവിടെ അധികാരം ഉപയോഗിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോൺഗ്രസ് അവസരവാദ വർഗീയതയിലൂടെ മൗനം പാലിച്ച് ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ മൗനം പാലിച്ച് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു. BJP ശുദ്ധമായ വംശീയതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് നിർവഹിക്കുന്നത് അവസരവാദ വർഗീയതയാണ് എന്ന് പറയേണ്ടി വന്നതിൽ അങ്ങേയറ്റത്തെ സങ്കടമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മലപ്പുറം മണ്ഡലത്തിലാണ്. മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ മലപ്പുറത്തിന്റെ പുരോഗതി പരിശോധിച്ചാൽ നമുക്കറിയാം. വിദ്യാഭ്യാസം ഒരുപാട് കാലം കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗായിരുന്നു. +2 കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. താലൂക്കുകളുടെ എണ്ണം, വില്ലേജ് ഓഫീസുകളുടെ എണ്ണം, ഭരണ നിർവഹണ കേന്ദ്രങ്ങളുടെ എണ്ണം, ആശുപത്രികളുടെ എണ്ണം, സ്കൂളുകളുടെയും കോളേജുകളുടെയും എണ്ണം ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഒരുപാട് കാലം വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരിക്കെ, അധികാരത്തിലുണ്ടായിരിക്കെ മുസ്ലിം ലീഗ് തീർത്തും പരാജയമായിരുന്നു. കേന്ദ്രമന്ത്രിയായ അഹമ്മദിന് ഒന്നും ചെയ്യാൻ ഈ രംഗത്ത് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റു മേഖല പരിശോധിച്ചാൽ ഇത്രയൊന്നും ജനസംഖ്യയും വലിപ്പവുമില്ലാത്തിടങ്ങളിൽ ഇതൊക്കെ ഇതിന്റെ ഇരട്ടിയോളം നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെയാണ് ഇന്ദിരാ ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 47% ന്യൂനപക്ഷ സമുദായത്തിന് ഭവന പദ്ധതി അത് 15% വെട്ടിച്ചുരുക്കിയത് മുസ്ലിം ലീഗുള്ള, കോൺഗ്രസ് ഉള്ള UDF ഗവൺമെന്റാണ്. അതേപോലെ തന്നെ അഹമ്മദ് ഇവിടെ കേന്ദ്രമന്ത്രിയായിരിക്കെ തന്നെ, നമ്മുടെ MP ആയിരിക്കെ തന്നെ ഇഫ്ലു ക്യാമ്പസ് ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട അഹമ്മദിന്റെ ഏറ്റവും വലിയ വിജയമായി കൊട്ടിഘോഷിക്കപ്പെട്ട കാര്യമായിരുന്നു ഇഫ്ലുവും. അതേപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ മലപ്പുറത്തുള്ള ഈ ക്യാമ്പസും. പക്ഷേ എന്ത് സംഭവിച്ചു? അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരടി പിന്നീട് മുന്നോട്ട് പോയതായി നമുക്കറിയില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് ആരംഭിക്കുമ്പോൾ അതിനെന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകണമോ
അതൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അതിനെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാത്ത നിലപാടാണ് ഈ അഹമ്മദ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത ഭാഷകൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം, ഏറ്റവും അധികം പ്രവാസികളുള്ള മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. ആ ഇഫ്ലു ക്യാമ്പസ് ഇന്ന് ഒന്നുമല്ലാതെ അങ്ങനെ ഒരു ക്യാമ്പസ് തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതാക്കാത്തിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്ത് മടങ്ങി വന്നപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് കൂടി സഹമന്ത്രിയായിട്ട് കൂടി ഒരു ചുക്കും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടിക്കറ്റ് എടുത്തു കൊടുത്തതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ടിക്കറ്റ് എനിക്കറിയാം, ഞാനൊരു പ്രവാസിയാണ്. ടിക്കറ്റ് യഥാർത്ഥത്തിൽ പ്രവാസികളായ മലയാളികൾ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും എങ്ങനെയെങ്കിലും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട ആളുകളെ മുഴുവനും ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അയക്കാൻ അവിടെ സന്നദ്ധ സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന വലിയ സേവനമായി നമുക്കത് തോന്നിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഈ പ്രവാസികളായിരുന്നു. 85,000 കോടി രൂപയാണ് കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് കേരളത്തിലേക്ക് ഒഴുകിയത്. 50,000 കോടി ശരാശരി എല്ലാ വർഷവും കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന ഈ പ്രവാസികൾ ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ, അവിടെ ഒരു മരണം സംഭവിക്കുമ്പോൾ, ലേബർ ക്യാമ്പുകളിൽ അവിടുത്തെ പോലെ നിയമം ലംഘിച്ചുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ എംബസിയിൽ ചെന്നാൽ ആട്ടിപ്പുറത്താക്കുകയാണ്, ഒരു പരിഗണനയുമില്ല. ഈ അഹമ്മദ് പലപ്പോഴും വിദേശ നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു ലേബർ ക്യാമ്പ് സന്ദർശിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മലയാളികളുടെ കൂട്ടായ്മകളിൽ അവർ പോകാറില്ല. പകരം അവരുടേതായ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റു ചില സംവിധാനങ്ങളിലേക്കാണ് അവർ പോകുന്നതും വരുന്നതും. മലയാളിയുടെ പച്ചയാർന്ന ജീവിതത്തെ, അവിടെ പോയി പ്രവാസികളുടെ ദുരിതം തിന്നുന്ന ജീവിതത്തെ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മന്ത്രിമാരും ശ്രമിക്കാറില്ല. അങ്ങനെ നിതാക്കാത്തിലൂടെ മടങ്ങി വരുന്നവരെ ഒട്ടും സഹായിക്കാതെ പ്രവാസികൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ ഈ അഹമ്മദിന് നാളിതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് മറ്റു വിദേശ നാടുകളിൽ പര്യടനം നടത്തിയതിന്റെ ഫോട്ടോകൾ പ്രദർശിപ്പിക്കാൻ മാത്രമേ ഇന്ന് മുസ്ലിം ലീഗിന് സാധിക്കുന്നുള്ളൂ. അറബികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ, നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല ഹോട്ടലുകളിൽ ഒരുമിച്ച് കൂടി ചർച്ച നടത്തുന്ന ഫോട്ടോ, എവിടുന്നെങ്കിലും ദുരിതം തിന്ന് കഴിയുന്ന പാവപ്പെട്ട പ്രവാസിയുടെ കൂടെ അവനെ സാന്ത്വനപ്പെടുത്തുന്ന ഒരു ചിത്രമോ ഒരു ഫോട്ടോമോ ഒരു തീരുമാനമോ ഈ അഹമ്മദിൻ്റെതായിട്ട് പ്രദർശിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അഴിമതിരഹിത ഇന്ത്യക്ക്, അഴിമതിയുടെ കാര്യത്തിലും വർഗീയതയുടെ കാര്യത്തിലും അതേപോലെ തന്നെ നവലിബറൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും കോൺഗ്രസും BJPയും ഏറ്റവും ഒടുവിൽ CPMഉം മുസ്ലിം ലീഗും ഒക്കെ ഒന്നായി തീർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു അഴിമതിരഹിത ഇന്ത്യക്ക് നേരിന്റെ രാഷ്ട്രീയം എന്ന സുന്ദരമായൊരു മുദ്രാവാക്യം. അത് സുസ്ഥിരമായ വികസനം, ഏറ്റവും പാവപ്പെട്ടവന്റെ കുടിവെള്ളവും ഭക്ഷണവും വിദ്യാഭ്യാസവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന വിഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന സന്തുലിതമായ സുസ്ഥിര വികസനം പാർട്ടി മുന്നോട്ട് വെക്കുന്നു. ഭൂരഹിതർക്കൊക്കെയും ഭൂമി, അതിനുള്ള ഭൂമി ഇവിടെ ഉണ്ട്. അത് ഹാരിസിന്റെയും ടാറ്റയുടെയും കയ്യിലാണ്. അത് പിടിച്ചെടുത്തവർക്ക് കൊടുക്കാം സാധിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. ഭൂരഹിതർക്ക് ഭൂമി, സമ്പൂർണ്ണ മദ്യനിരോധനം. മദ്യമാഫിയകളുടെ കള്ളു മുതലാളിമാരുടെ പണം വാങ്ങിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. വെൽഫെയർ പാർട്ടി 5 പൈസ അവരിൽ നിന്ന് വാങ്ങുകയില്ല. നമ്മുടെ രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തെക്കാളും ഭീകരമാണ് രാജ്യത്തിന്റെ സാമൂഹ്യ നഷ്ടം. അതുവരെ മദ്യം വരുത്തി വെക്കുന്ന നഷ്ടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ സമ്പൂർണ്ണ മദ്യ നിരോധനം. സ്ത്രീക്ക് സുരക്ഷ, സ്ത്രീക്ക് അന്തസ്, സ്ത്രീക്ക് അധികാരം, എല്ലാവർക്കും നീതി, കരിനിയമങ്ങൾ കരുതി എന്ന മനോഹരമായ ജനപക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നിങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ നിങ്ങളെല്ലാവരും ബഹുമാനനായ പ്രൊഫസർ P. ഇസ്മായിൽ സാഹിബിന് ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.